Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Prayer ആരാണ്? ഞാനാണ് Miss. Good afternoon, all. I am Shamna. Prayer. Dear God, come be with us today. Fill our hearts with joy. Fill our minds with learning. Fill our classroom with peace. Fill our lessons with fun. Fill our friendship with kindness. Fill our class with love. Thank you. Thought and love. On to Miss. Good afternoon, everyone. Today's thought: education is our passport to the future, for tomorrow belongs to the people who prepare for it today. Malcolm X. Thank you. Okay. Okay. Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. ഭക്ഷണം കഴിച്ചോ? Yes, teacher. കഴിച്ചു. ടീച്ചർ കഴിച്ചില്ലേ? കഴിച്ചു. നമ്മളിന്ന് യൂണിറ്റ് 6 ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. Okay, teacher. Okay, Miss. Unit 6, psychology. സൈക്കോളജി എന്താണ് അതിനെ പറ്റുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ അതിന് പറയുന്നുള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണത്. ഓക്കെ, പാരഗ്രാഫ് ഒന്നൊരാൾ വായിക്കാമോ? സൈക്കോളജി ഫസ്റ്റ് പാരഗ്രാഫ് പതുക്കെ വായിച്ചാൽ മതി കേട്ടോ, സ്പീഡ് വായിക്കണ്ട, പതുക്കെ വായിച്ചാൽ മതി. വായിക്കൂ. Okay, I'll do about psychology.
The word psychology comes from the Greek word where psych means soul and logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researchers and creations are still being in progress. Okay, thank you. Okay. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? പറയാൻ പറ്റുമോ എന്താണെന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന്? സൈക്കോളജി ഡെറൈവ് ചെയ്തത് സൈക്ക് എന്നുള്ള വേർഡിൽ നിന്നും അതുപോലെ ലോഗോസ് എന്നുള്ള വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സയൻസിന്റെ ആത്മാവാണ് എന്നാണ് സൈക്കോളജിയെ പറ്റി പറയുന്നത്. ദെൻ മോഡേൺ തിയറീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഓക്കെ. Okay. Yes. About psychology, the word psychology comes from the Greek word. അല്ലെ, ഈ വേർഡ് സൈക്കോളജി എന്ന വേർഡ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഗ്രീക്ക് പദമായ സൈക്ക് എന്നൊരു വാക്കിൽ നിന്നുമാണ് സൈക്കോളജി എന്ന പദം വേർഡ് ഉണ്ടായത്. ഗ്രീക്ക് വേർഡ് സൈക്ക് അണ്ടർലൈൻ ചെയ്തു പോകട്ടോ. The word psychology comes from the Greek word where psyche means souls and logos. Psyche എന്ന് പറഞ്ഞ എന്താണ്? soul and logos. Psyche എന്ന് പറഞ്ഞാൽ soul, psyche എന്ന് പറഞ്ഞാൽ soul ആത്മാവ്, logos എന്ന് പറഞ്ഞാൽ സയൻസ് ശാസ്ത്രം. അപ്പോ ആത്മാവിന്റെ ശാസ്ത്രം എന്നല്ലേ? എന്താണ് സയൻസ് ഓഫ് സോൾ എന്നാണ് സൈക്കോളജിയുടെ അർത്ഥം വരുന്നത്. സയൻസ് ഓഫ് സോൾ, ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജി നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഏതൊക്കെ വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഏത് വേർഡിൽ നിന്നുമാണ്? Psych and logos. Psych and logos. Psychology comes from the dash word. ഏത് വേർഡാണ്? Greek word. Yes, Greek word. Okay. Thus, the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. എന്താണ് മോഡേൺ തിയറീസ്, ആധുനിക തിയറീസും അതുപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷനും നമ്മുടെ സൈക്കോളജി മനഃശാസ്ത്രത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടാണെന്നാണ് പറയുന്നത്. സൈക്കോളജി ലൈക്ക് സെവറൽ അതർ ബ്രാഞ്ചസ് ഓഫ് നോളജ്. സൈക്കോളജിക്ക് ഒരു ബ്രാഞ്ച് മാത്രമല്ല, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, സയന്റിഫിക് സൈക്കോളജി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് അതിന് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി, ഓക്കെ, അതിങ്ങനെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, have a history of recent development. At present, it's a wing of knowledge. ഇപ്പൊ അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? A wing of knowledge എന്നാണ് അറിയപ്പെടുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. സൈക്കോളജിന് ഇപ്പൊ അറിയപ്പെടുന്നത് at present, it's a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Modern psychology ഏത് കാലഘട്ടം മുതലാണ് ഡെവലപ്ഡ് ആയത്? മോഡേൺ സൈക്കോളജി 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അല്ലെ, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറിയോടെയാണ് ആധുനിക മനഃശാസ്ത്രം എന്താണ് വികസിക്കാനായിട്ട് ആരംഭിക്കുന്നത്. Okay, now it has different wings and many researchers and creations are still being in progress.
ഇപ്പോ മോഡേൺ സൈക്കോളജി, അതായത് നിരവധി ഗവേഷണങ്ങളും അതുപോലെ തന്നെ എന്താണ് സൃഷ്ടികളും ഇപ്പോ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മോഡേൺ സൈക്കോളജിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മോഡേൺ സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇറ്റ്സ് എ ക്രിയേഷൻ ആൻഡ് സ്റ്റിൽ ബീയിങ് ഇൻ പ്രോസസ്. എന്താണ് ക്രിയേഷൻ ആൻഡ് സ്റ്റിൽ ബീയിങ് പ്രോസസ് എന്ന് പറഞ്ഞാല് നിരവധി ഗവേഷണങ്ങൾ സൃഷ്ടികൾ ഇപ്പോഴും സയൻസ് സൈക്കോളജിനെ കുറിച്ച് ഇപ്പോഴും പഠനം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏത് വേർഡിൽ നിന്നുമാണ് നമ്മൾ സൈക്കോളജി എന്ന വാക്കുണ്ടായത്? ഏത് വേർഡിൽ നിന്നുമാണ്? ഗ്രീക്ക് വേർഡായ സൈക്കിൾ നിന്നാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാല് സോൾ ആൻഡ് ലോഗോസ് മീൻസ് സയൻസ്. That means science of soul. Okay. അപ്പോൾ നിങ്ങൾ ഒരു ഡെഫിനേഷൻ നമ്മൾ നോട്ട് ചെയ്യുക. എന്താണ് സൈക്കോളജി? വാട്ട് ഈസ് സൈക്കോളജി? എന്നൊരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്, ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് എളുപ്പമുള്ള ഒരാളുടെ ഡെഫിനേഷൻ നമുക്കിത് പഠിക്കാം. ദെൻ ഫാദർ ഓഫ് സൈക്കോളജി അറിയാമോ നിങ്ങൾക്ക്? ആരാണ് ഫാദർ ഓഫ് സൈക്കോളജി? ജാക്കോസ് ലക്കാനാണോ? ആരാണ്? ജാക്കോസ് ലക്കാൻ? വില്യം വുണ്ടർട്ട് ആണ് കേട്ടോ. വില്യം വുണ്ടർട്ട് ആണ് സൈക്കോളജിയുടെ ഫാദർ. നോട്ട് ചെയ്യാട്ടോ, ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുണ്ടർട്ട്. WILHELM വില്യം. WILHELM വില്യം വുണ്ടർട്ട്. WUNDT വുണ്ടർട്ട്. വില്യം വുണ്ടർട്ട്. WUNDT വുണ്ടർട്ട്. വില്യം വുണ്ടർട്ട്. ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം വുണ്ടർട്ട്. സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വുണ്ടർട്ട് ആണ്. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയോ? വുണ്ടർട്ട് സ്പെല്ലിംഗ് ഒന്ന് പറയണോ? WILHELM വില്യം വുണ്ടർട്ട്. WUNDT വില്യം വുണ്ടർട്ട്. ഓക്കെ. ഓക്കെ, നോട്ട് ചെയ്തോ? Yes, teacher. യെസ്. ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഇവിടെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് സൈക്കോളജിക്ക് ഒരു നിർവചനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മളിപ്പോ പറഞ്ഞത്? സയൻസ് ഓഫ് സോൾ എന്ന രീതിയിലാണ് അല്ലെ. അതിനു മുമ്പ് ആധുനികമായിട്ടുള്ള അല്ലെ പിൽക്കാല പഠനങ്ങളില് സൈക്കോളജിനെ കുറിച്ച് എന്തിനെ കുറിച്ചുള്ള ഒരു പഠനമായെന്ന് ആർക്കും വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം കുറെ സൈക്കോളജിസ്റ്റുകൾ അതിന് പഠന വിധേയമാക്കുന്ന സമയത്ത് എന്താണ് സോളിനെ കുറിച്ചുള്ള പഠനമാണ് മനസ്സിലാക്കി. ആദ്യം സോളിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്നാണ് ആദ്യം മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് കാലഘട്ടം തൊട്ട് മാറി പല പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തില് പിന്നീട് അത് മൈൻഡിനെ കുറിച്ചുള്ള പഠനം എന്നാക്കി. സൈക്കോളജി സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാക്കി. സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞത് പിന്നീട് സ്റ്റഡി ഓഫ് മൈൻഡ് എന്നുള്ള രീതിയിലായി. പിന്നീട് പഠനങ്ങൾ നടന്നുകൊണ്ടിരുന്നു അല്ലെ, പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം. ആ പഠനത്തിൽ എന്താണ് പിന്നെ കണ്ടെത്തിയത്? സൈക്കോളജിസ്റ്റ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള, മനസ്സിന്റെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്നാണ് പിന്നീടുള്ള സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വന്നത്. പിന്നീട് മുമ്പോട്ട് പഠനങ്ങൾ മാറി.
ലാസ്റ്റ് ഒരു സ്റ്റേജിലെത്തിയാണ്. എന്തിനെ കുറിച്ചുള്ള പഠനം എന്നാണെന്ന് അവിടെ പറയുന്നത്? സ്റ്റഡി ഓഫ് ബിഹേവിയർ. സൈക്കോളജിസ്റ്റ് സ്റ്റഡി ഓഫ് ബിഹേവിയർ അല്ലെ? നമ്മളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റം. ബിഹേവിയർ എന്താണ്? യെസ്, പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് സൈക്കോളജി എന്നൊരു സൈക്കോളജി എന്ന ലാസ്റ്റ് പരീക്ഷണങ്ങളുടെ പല പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തില് സ്ഥിരീകരിക്കപ്പെട്ടു. സൈക്കോളജിസ്റ്റ് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നാണ് പിന്നെ അവസാന പഠനങ്ങളിലൂടെ അവിടെ എന്താണ് നിർവചിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആദ്യം എന്താണ് സോൾ ആണെന്ന് പറഞ്ഞു. സൈക്കോളജി എന്നത് ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് മൈൻഡിനെ കുറിച്ചുള്ള പഠനം, മനസ്സിനെ കുറിച്ചുള്ള പഠനം, കോൺഷ്യസ് ലെവലുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ്. ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷമാണ് അത് എന്താണെന്ന് മനസ്സിലാക്കിയത്. ഇറ്റ്സ് എ ബിഹേവിയർ അല്ലെ? ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്, പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാനൊരു ഡെഫിനേഷൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഡെഫിനേഷൻ തന്നിരിക്കുന്നത് ക്രോ ആൻഡ് ക്രോ. നമ്മള് ഗ്രോത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ച സമയത്ത് ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞു തരുന്നത്. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് നോട്ട് തരുന്നത് എനിക്ക് തീരെ വയ്യ, ഭയങ്കര ചെവി വേദനയാണ്, ഒരു രക്ഷയില്ല ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് തരാന്നുള്ളത് വിചാരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് നോട്ട് എഴുതുന്നതില്? ഇപ്പൊ ശരി, നമുക്ക് ലീവാണ്. അപ്പൊ മിസ്സിന്റെ പകരം മിസ്സിന്റെ പീരീഡ് അല്ലേ ഇത്? അപ്പൊ ഫ്രൈഡേ ടീച്ചർ ഉണ്ടാവില്ല. അപ്പൊ ടീച്ചിങ്ങിന്റെ പീരീഡ് ഫ്രൈഡേ നമുക്ക് 1:30 ക്ലാസ് ഉണ്ടായിരുന്നത്. ശരി, മിസ്സായിരിക്കും വിളിക്കുന്നത് കേട്ടോ. According to Crow and Crow, note ചെയ്യാം. According to Crow and Crow, CROW, Crow and Crow. According to Crow and Crow, psychology is the human behavior and human relationships. Psychology is the study of human behavior and human relationship. Psychology is the study of human behavior and human relationship. ചെറിയൊരു ഡെഫിനേഷൻ അല്ലേ? യെസ്, സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനം എന്നാണ് ക്രോ ആൻഡ് ക്രോ വ്യക്തമാക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയർ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്താ സൈക്കോളജി എന്നാണ് ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, അവരുടെ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നോട്ട് ചെയ്തു എല്ലാവരും? ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി, നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. Who is the father of education psychology? അതറിയാമോ നിങ്ങൾക്ക്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? C.E. സ്കിന്നർ ആണ് കേട്ടോ. നോട്ട് ചെയ്യാം. ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി C.E. സ്കിന്നർ. ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി
സ്പെല്ലിംഗ് പറയൂ മിസ്. സിഇ എന്നുള്ളത് ഇംഗ്ലീഷിലാണ്. സിഇ സ്കിന്നർ. SKINNER. SKINNER. ഓക്കെ, നോട്ട് ചെയ്തോ? സിഇ സ്കിന്നർ, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് സിഇ സ്കിന്നർ ആണ്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാല്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നോട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ സൈക്കോളജി is a branch of education psychology is a branch of education psychology is a branch of psychology. സൈക്കോളജിയുടെ മറ്റൊരു ബ്രാഞ്ച് തന്നെയാണ് എന്താ? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. which deals with the which deals with the teaching and learning. Education psychology is a branch of psychology which deals with the teaching and learning. ഇതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത് സൈക്കോളജിയുടെ മനഃശാസ്ത്രത്തിന്റെ മറ്റൊരു ബ്രാഞ്ച് ആണ് എന്ത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്? ഡീൽസ് വിത്ത് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ്ങിനെ കുറിച്ചും ലേണിംഗിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ, ക്ലിയർ? Yes, miss. Then എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മറ്റൊരു ഡെഫിനിഷൻ കൂടി നോട്ട് ചെയ്യുക. അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ. നോട്ട് ചെയ്തതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? No, teacher. No, miss. No, ma'am. According to Crow and Crow, education psychology describes 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 and explains explain ചെയ്യുന്നു. explains 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 learning experience
learning experience of an individual. Of an individual. Of an individual. I-N-T-I-V-I-D-U-L. Individual. Of an individual. From birth to old age. From birth to old age. Sir, ഒന്നുകൂടെ പറയൂ. പറയാട്ടോ. According to Crow and Crow, education psychology describes and explains learning experience of an individual from birth to old age. Birth to old age. According to Crow and Crow, education psychology describes and explains learning experience of an individual from birth to old age. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നിർവചിക്കുന്നത് എങ്ങനെയാണ്? മിസ്സേ, എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ്? എന്തോ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദർ ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോൾ തൊണ്ടേക്കാണ് കേട്ടോ, സ്കിന്നർ അല്ല, തൊണ്ടേക്കാണ്. മാറിപ്പോയതാണ്. E.L. തൊണ്ടേക്കാണ് കേട്ടോ. അതല്ലേ ശ്രീലക്ഷ്മി? യെസ്. ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി E.L. തൊണ്ടേക്കാണ്. E.L. T-H-O-R-N-D-I-K-E. Thorndike. E.L. Thorndike. Father of Education Psychology E.L. Thorndike ആണ്. ക്ഷമിക്കുക, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ മിസ്. അത് ആ സ്പെല്ലിങ് കിട്ടാത്തോണ്ട് നോക്കിയപ്പോഴേ വേറെ നെയിം വന്നു, അതാ ചോദിച്ചേ. നോട്ട് ചെയ്തോത്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാല്? ഒരു ഇൻഡിവിജ്വലിന്റെ ബർത്ത് ടു ഓൾഡ് ഏജ് വരെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസിനെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ വ്യക്തിയുടെയും ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ, നമ്മള് പഠന വിധേയമായി ഒരുപാട് അനുഭവങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ പഠനത്തോടൊപ്പം. ആ ഒരു എക്സ്പീരിയൻസിനെ, ആ ലേണിംഗ് എക്സ്പീരിയൻസിനെയാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെ, അല്ലാതെ നോർമലി എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ടീച്ചിങ് ആൻഡ് ലേണിംഗ് അല്ലെ. ടീച്ചിങ്ങിനെ കുറിച്ചും ലേണിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ, ഇങ്ങോട്ട് വരാട്ടോ. നോക്കിയേ, psychology is usually defined as the study of human behavior. എന്താണ് പറയുന്നത്? Psychology is usually defined as the study of human behavior. Psychology എന്തിനെ കുറിച്ചുള്ള പഠനം എന്നാണ് പറയുന്നത്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനശാസ്ത്രമാണ് എന്ത്? സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. Some psychologists have gone a step forward.
ഇനി കുറച്ച് സൈക്കോളജിസ്റ്റുകള് പഠനവിധേയമായതിനു ശേഷം എന്താണ് പറയുന്നത്? They say that psychology is the science of behavior and cognitive process. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ അർത്ഥമാക്കുന്നത്? The science of behavior ആണ്. സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് ബിഹേവിയർ പെരുമാറ്റത്തിന്റെ ശാസ്ത്രവുമാണ്, കൂടാതെ കോഗ്നിറ്റീവ് പ്രോസസ്സും കൂടിയാണ്, വൈജ്ഞാനിക പ്രക്രിയ കൂടിയാണ്, മനുഷ്യനിലെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് എന്ത്? സൈക്കോളജി എന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. സൈക്കോളജി എന്നത് പെരുമാറ്റത്തെ കുറിച്ചുള്ള ശാസ്ത്രവുമാണ്, മാത്രവുമല്ല അത് വൈജ്ഞാനിക പ്രക്രിയ കൂടിയാണ്. വൈജ്ഞാനിക കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കേട്ടോ. നമ്മളുടെ വൈജ്ഞാനിക വികാസമാണ്. വൈജ്ഞാനിക വികാസം ഉണ്ടാവുമ്പോഴല്ലേ ഓരോരുത്തരിൽ എന്തും രൂപപ്പെടുന്നത്? പെരുമാറ്റം അല്ലെ, ഈ ബിഹേവിയർ രൂപപ്പെടുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഇന്റലക്ച്വൽ മോഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോ ബിഹേവിയറും രൂപപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു കോഗ്നിറ്റീവ് പ്രോസസ് എന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. അതൊരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത്? സൈക്കോളജി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. Those who work in the field of education are concerned with education psychology, which is the application of psychological principles to education. It can be called applied psychology. എന്താണ് പറയുന്നത്? The field of education അല്ലെ, മനഃശാസ്ത്രത്തിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് നമ്മൾ എന്ത് പഠിച്ചത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞ അല്ലെ. അതിനെ കുറിച്ചുള്ള പഠനം എന്നാണ് പറയുന്നത്? ടീച്ചിങ് ആൻഡ് ലേണിംഗ്. യെസ്, ടീച്ചിങ് ആൻഡ് ലേണിംഗിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? It can be called applied psychology. അപ്ലൈഡ് സൈക്കോളജി എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിക്കുക അല്ലെ. അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിച്ച് പഠിക്കുക. അപ്പോ എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയാണ്. അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ചിൽ വരുന്നതാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. നിങ്ങൾ എല്ലാവരും എന്തായാലും എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. എഡ്യൂക്കേഷൻ സൈക്കോളജി അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അധ്യാപകരാകാൻ പറ്റുള്ളൂ. മെത്തേഡ്സുകള് ടെക്നിക്സുകളൊക്കെ പഠിച്ച് പറഞ്ഞ് മാത്രമേ ഞങ്ങളുടെ അധ്യാപകരായിട്ട് സ്കൂളിൽ പഠിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. All the teachers learn education psychology as a part of their training course. എല്ലാ അധ്യാപകരും തന്നെ എന്താണ്? അവരുടെ ആ ഒരു പരിശീലന കോഴ്സിന്റെ ഭാഗമായിട്ട് എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നു. നമ്മളെ തുടർന്നുള്ള ക്ലാസ്സിലെ എഡ്യൂക്കേഷൻ സൈക്കോളജിനെ കുറിച്ച് മാത്രമുള്ള ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിലെന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എന്താണ് അതിന്റെ നേച്ചർ, എന്താണ് അതിന്റെ സ്കോപ്പ്, ലിമിറ്റേഷൻസ്, റെലവൻസ്, അത് ഏതൊക്കെ മെത്തേഡ്സുകളാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലെ യൂണിറ്റ് 7-ലാണ് തോന്നുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇതിങ്ങനെ കുറെ പാരഗ്രാഫിൽ കുറെ ഇൻട്രൊഡക്ഷൻസ്, ഇങ്ങനെ എക്സ്പ്ലനേഷൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കേട്ടിരിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, very recently another wing of psychology has shown fast a dynamic progress, which is developmental psychology. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ ഉയർന്നു വന്ന മറ്റൊരു മനഃശാസ്ത്ര ശാഖയാണ് എന്ത്? ഡെവലപ്മെന്റൽ സൈക്കോളജി. എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്? വികസന മനഃശാസ്ത്രം. ഓക്കെ, വികസന മനഃശാസ്ത്രം എന്തായിരിക്കും? ഇതിനെ കുറിച്ചുള്ള ഒരു പഠനമായിരിക്കും ഡെവലപ്മെന്റൽ സൈക്കോളജി. എന്തിനെ കുറിച്ചുള്ള പഠനമായിരിക്കും? നോക്കൂ, സെക്കൻഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ബിഹേവിയർ. It deals with changes in behavior and cognitive. എന്താണ്?
എന്തെങ്കിലും പറഞ്ഞോ? ശബന എന്നാണോ പേര്? സ്വപ്ന. ക്ലിയർ ആവുന്നില്ല ഇവിടെ. റേഞ്ചിന്റെ പറയുന്നത് പ്രശ്നം ക്ലിയർ എനിക്ക് മാത്രമുള്ള ആവുന്നില്ലെന്നാണോ? ചോദിക്കുക. വോയിസ് ക്ലിയർ ആവുന്നില്ലെന്നാണോ പറയുന്നത്? അതെ അതെ. അതെ, നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു മറ്റൊരു അനദർ വിങ് ഓഫ് സൈക്കോളജി. സൈക്കോളജിക്ക് മറ്റൊരു ശാസ്ത്രം, മറ്റൊരു ബ്രാഞ്ച് കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് എന്താ? ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ വികസന മനഃശാസ്ത്രമോ ലൈഫ് സ്പാൻ സൈക്കോളജി. അല്ലെ, അത് എന്താണ് ഡീൽ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. അതായത് ബിഹേവിയറിൽ ഉണ്ടാവും, ഓരോ മനുഷ്യന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, പെരുമാറ്റത്തിലെ മാറ്റങ്ങളെ കുറിച്ചും വൈജ്ഞാനിക പ്രക്രിയയെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് വികസന മനഃശാസ്ത്രം. ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ഓവർ ദ ലൈഫ് സ്പാൻ. ലൈഫിന്റെ എല്ലാ ഘട്ടത്തിലുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. അല്ലെ, ഓരോ മനുഷ്യരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എല്ലാവരിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ്. അല്ലെ, അപ്പോ എന്താണ്? ഓരോ പെരുമാറ്റത്തിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കും, ചേഞ്ചസ് ഉണ്ട്, എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലൊരു മാറ്റത്തെ കുറിച്ച്, പെരുമാറ്റത്തിന്റെ മാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? ഡെവലപ്മെന്റൽ സൈക്കോളജി. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് കൂടെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒരു സെക്കൻഡ്.
വായിച്ചായിരുന്നോ നിങ്ങള്? Yes, miss. Yes, teacher. Yes. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു സൈക്കോളജിനെ കുറിച്ചിട്ടുള്ള കുറച്ച് രണ്ട് ഡെഫിനേഷൻസ് കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. ഏതെങ്കിലും സൈക്കോളജിസ്റ്റുകൾ രേഖപ്പെടുത്തിയ രണ്ട് ഡെഫിനേഷൻസുകൾ കണ്ടെത്തി കൊണ്ടുവരാം. ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. Okay, miss. യെസ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമുക്ക് ക്ലാസ്സിൽ അത് അവതരിപ്പിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ രണ്ട് സൈക്കോളജിയുടെ ഡെഫിനേഷൻസ് കണ്ടെത്തി കൊണ്ടുവരാം. ഓക്കെ, ആക്ടിവിറ്റി ബുക്കിൽ ആരാണ് അക്കോർഡിംഗ് ടു ആരാണെന്ന് വെച്ചാൽ അത് അങ്ങനെ എഴുതാം. ഡെഫിനേഷൻസ് അറിയാലോ, നമ്മൾ ആദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് നോക്കുന്നുണ്ടാവും. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇത് വായിച്ചായിരുന്നോ? എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? Changes in behavior and cognitive process. Deals with changes in behavior and cognitive process. That it is very much related to child psychology and education psychology, which all teachers are wanted to know. അധ്യാപകർ ഏതിനെ കുറിച്ചിട്ടുള്ള ഏത് മനഃശാസ്ത്രമാണ് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്? Child psychology. ചൈൽഡ് സൈക്കോളജി അല്ലേ? എന്താണ്? കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികളെ കുറിച്ചിട്ടുള്ള മനഃശാസ്ത്രം അറിഞ്ഞിട്ട് വേണം അവരെ നമുക്ക് പഠിപ്പിക്കാനായിട്ട്. അവരെങ്ങനെയാണ്, ഒരു ലേണർ എങ്ങനെയാണ്, സ്റ്റുഡന്റ് എങ്ങനെയാണ്, അവൻ ഏത് രീതിയിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യണം, അവരുടെ എബിലിറ്റീസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അവന് ഏത് തരത്തിലുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യരുത്, അവനിലുള്ള സ്കിൽസ് എബിലിറ്റീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും, അവരുടെ ബിഹേവിയറിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണത് ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ചൈൽഡ് സൈക്കോളജിയും പഠിക്കുന്നത്. ഓക്കെ, അധ്യാപകരെ കുട്ടികളെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്താണ് കുട്ടി ആദ്യം നമ്മൾ പഠിതാവിനെയാണ് അറിയേണ്ടത്, ലേണറെയാണ് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ എന്നാണ് അല്ലെ. ടീച്ചർ ആദ്യം ആരെയാണ് മനസ്സിലാക്കേണ്ടത്? കുട്ടിയാണ് ആദ്യം അറിയേണ്ടത്. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, അവന്റെ എബിലിറ്റീസ്, അവന്റെ സ്കിൽ, അവൻ എങ്ങനെയാണ്, അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം കുട്ടി എന്താണെന്നാണ് അധ്യാപിക തിരിച്ചറിയേണ്ടത്. അപ്പൊ അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനെ കുറിച്ചിട്ടായിരിക്കണം? ചൈൽഡ് സൈക്കോളജി അധ്യാപകര് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. Child psychology is concerned with the development and the behavior of children. Child psychology എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് പറയുന്നത്? Child psychology is the development and the behavior of children. കുട്ടികളുടെ വികസനത്തെ കുറിച്ചും പെരുമാറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ശാസ്ത്രമാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ പറയുന്നത്? Yes, teacher, already done. Yes, ma'am. എനിക്ക് ഒട്ടും പറ്റാത്ത ഒന്നാണ് ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എത്രത്തോട്ടാണ് പറഞ്ഞതന്നെ. It's okay, teacher, no problem. ഓക്കെ, നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന വന്നാൽ ഇങ്ങനെ പിന്നെ എസ്പെഷ്യലി ചെവിയൊക്കെ വേദന ഭയങ്കര അസഹനീയമാണ്. ഡോക്ടറെ കാണിച്ചില്ലേ ടീച്ചർ? കാണിച്ചു. ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ട്, മൊത്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, വയറിൽ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, എല്ലാം കൂടിയാണ്. എന്തോ ഫുഡിൽ നിന്ന് പറ്റിയേക്കണേണോ? പക്ഷെ ഭയങ്കര പെയിനാണ്, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. രാത്രി ഞാൻ എഴുന്നേറ്റിരുന്നാണ് ഒന്ന് നേരം വെളുപ്പിച്ചെടുത്തത്. 6 മണിയായപ്പോഴൊന്നും ഉറങ്ങുന്നത്, കിടക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ
കത്തിയിട്ട് വെച്ച് കുത്തുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ടാവില്ല. പ്ലെയർ ഒക്കെ സുഖം അതേപോലത്തെ പെയിനില്ല, സഹിക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോ നല്ല ചെവി വേദനയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. The wing of psychology differentiates children from adults and deals with their behavior and development from practical systematic point of view. ഇനി ഇവിടെ ചൈൽഡ് സൈക്കോളജി ചിൽഡ്രൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ്? Psychology differentiates children from adults and deals with their behavior and development from practical systematic work. അതായത് കുട്ടിയിൽ നിന്ന് ഒരു ചിൽഡ്രനിൽ നിന്നും അഡൽട്സിലേക്കുള്ള ഒരു ബിഹേവിയർ മാറ്റുന്നതിനെ കുറിച്ചിട്ട് HR Schweitzer അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് has defined is as the scientific study of children's behavior and development. HR Schweitzer ഡിഫൈൻ ചെയ്യുന്നത് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടുള്ള പഠനം എന്നാണ് അദ്ദേഹം പറയുന്നത്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. എന്തിനെ കുറിച്ചുള്ള പഠനം എന്നാണ് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് Behavior and development. യെസ്, അതായത് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? ആ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തായാലും വികസനത്തെ കുറിച്ചുമുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് HR Schweitzer അഭിപ്രായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഓക്കെ, യെസ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്നാമത്തേത് എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തല്ലേ? മനസ്സിലായോ എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി? It deals with the changes in behavior and the cognitive process over the lifespan. Okay, അത് അണ്ടർലൈൻ ചെയ്തല്ലേ എല്ലാവരും? ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണെന്ന്? പിന്നെ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടതായി വരുന്നത് എന്താണ്? ചൈൽഡ് സൈക്കോളജി ആണ് അല്ലെ? ചൈൽഡ് സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഇതിനെ കുറിച്ചുള്ള പഠനമാണ് Development and behavior of children. ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ. യെസ്, കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ്. HR Schweitzer അതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചൈൽഡ് സൈക്കോളജിനെ കുറിച്ച് Scientific study of children's behavior and development. It's a scientific study of children's behavior and development. Okay. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത് about psychology. ഇതിലിപ്പോ പറഞ്ഞതിൽ ഈ 3 പാരഗ്രാഫ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ ഈ 3 പാരഗ്രാഫും? Yes, miss. Yes, ma'am. യെസ്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്കോട് സ്റ്റോപ്പ് ചെയ്യണം, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സില് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി എന്ന ഭാഗം ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ആ 2 ഡെഫിനിഷൻസ് കൂടി കണ്ടക്ട് ചെയ്ത ആക്ടിവിറ്റീസിൽ നോട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇട്ടില്ലായിരുന്നോ? മോക്ക് ടെസ്റ്റ് ഇട്ടില്ലായിരുന്നു, എക്സാം ഇട്ടില്ലായിരുന്നോ? അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ് അല്ലേ? ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻസർ ടിക്കറ്റ് എല്ലാം മാറിപ്പോയതാണ് കേട്ടോ. ഇവിടെ കൊടുത്തപ്പോ ഞാൻ ആൻസർ മാറിപ്പോയതാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ ഏതൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ബ്രെയിന്, പിന്നെ എന്തൊക്കെയായിരുന്നു ഓപ്ഷൻസ്? എന്തൊക്കെയായിരുന്നു? ഹാർട്ട്, ലങ്സ്. ബ്രെയിനും ഹാർട്ട് ലങ്സ് ആയിരുന്നു തോന്നുന്നു. യെസ് യെസ്, അത് ഓൾ ഓഫ് ദി അബവ് എന്നാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല മിസ്സേ. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് Thank you, miss. ക്ലാസ്.